അൽത്താഫും അതോടൊപ്പം അനാർക്കലിയും അഭിനയിച്ച പ്രധാന കഥാപാത്രങ്ങളെത്തിയ സിനിമയാണ് മന്ദാകിനി. അൽത്താഫും അനാർക്കലിയും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ സിനിമയാണ് മന്ദാകിനി. ഇന്ന് കണ്ട സിനിമ മന്ദാകിനിയാണ്. അപ്പോൾ വേറെ അൽത്താഫും അനാർക്കലിയും അല്ലാതെ കുട്ടി അഖിലുണ്ട്, ബിഗ് ബോസിലൊക്കെയുള്ള കോമഡിയൊക്കെ ചെയ്യുന്ന അഖില്. പിന്നെ 1-2 മുഖങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പം അജയ് വാസുദേവേട്ടനുണ്ട്, ഡയറക്ടർ, നമ്മുടെ മാസ്റ്റർ പീസിൻ്റെയൊക്കെ ഡയറക്ടറായിട്ടുള്ള അജയേട്ടൻ. അപ്പം അങ്ങനെ കുറച്ച് മുഖങ്ങൾ മാത്രമേ നമുക്ക് പരിചിതമായിട്ടുള്ള മുഖങ്ങളുള്ളൂ. ബാക്കിയെല്ലാം പുതുമുഖങ്ങളും അത്ര ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊന്നുമല്ല. പക്ഷേ സിനിമ ഒരു 2 മണിക്കൂർ വലിയ ബോറടിപ്പിക്കാതെ അൽത്താഫിൻ്റെ കുറച്ച് കോമഡികളൊക്കെ ആയിട്ട് സിനിമ കൊണ്ടുപോകുന്നുണ്ട്. ഒരു വിവാഹവും ആ വിവാഹ ദിവസം നടക്കുന്ന ഒറ്റ ദിവസത്തെ കഥയാണ്. കല്യാണം കഴിയുന്നു, അനാർക്കലിയുടെയും അൽത്താഫിൻ്റെയും വിവാഹം കഴിയുന്നു. വിവാഹശേഷം അവർ വീട്ടിലേക്ക് എത്തിയതിന് ശേഷം ഉണ്ടാകുന്ന കുറച്ച് രസകരമായ കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലെ പല കാര്യങ്ങളും പല സിറ്റുവേഷനുകളും നെക്സ്റ്റ് എന്താണ് എന്ന് നമുക്ക് പലപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കഥ പോകുന്നത്. പക്ഷേ എന്നാലും അത് നമ്മളെ അധികം ബോറടിപ്പിക്കാത്ത രീതിയിൽ സിനിമ മേക്കിംഗ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സംവിധായകനാണെങ്കിലും അതിൻ്റെ ബാക്കി ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്ത ആളുകൾക്കൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സിനിമ എന്ന് വെച്ചാൽ വലിയ സംഭവം സിനിമ എന്നൊന്നും പറയുന്നില്ല. പക്ഷേ അധികം ബോറടിപ്പിക്കാതെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരു 2 മണിക്കൂർ ബോറടിപ്പിക്കാതെ ഒരു തിയേറ്ററിനകത്ത് പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് മന്ദാകിനി. അപ്പോൾ ഇന്ന് റിലീസായ സിനിമയിൽ മന്ദാകിനിയാണ് കണ്ടത്. വേറെ തലവനുണ്ട്, ബിജു മേനോനും ആസിഫ് അലിയും ഒക്കെ അഭിനയിച്ചിട്ടുള്ള തലവൻ എന്ന് പറയുന്ന സിനിമ ഒരു പോലീസ് സ്റ്റോറിയാണ്. വളരെ മനോഹരമായിട്ട് ജിസ് ജോയ് ആ സിനിമ ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് വേറെ സൺഡേ ഹോളിഡേ പോലുള്ള സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ജിസ് ജോയ് തലവൻ എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ്ലി ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള ഒരു പോലീസ് സ്റ്റോറി ചെയ്തിരിക്കുന്നു. അതിൽ പോലീസ് ഓഫീസറായിട്ട് ഇതിനു മുമ്പ് ബിജു മേനോനൊക്കെ തകർത്തഭിനയിച്ചിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. ആസിഫ് അലിയും തകർത്തഭിനയിച്ച പോലീസ് ഓഫീസർമാരാണ്. അപ്പോൾ ആ സിനിമയും ഇന്ന് റിലീസായിട്ടുണ്ട്. അതും മികച്ച പ്രതികരണമാണ്. നമ്മളെ ഒരു എന്താ പറയുക, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ മൂഡിലേക്ക് നമ്മളെ കൊണ്ടിരുത്തുന്ന ഒരു സിനിമയാണ് തലവൻ. അപ്പോൾ ഈ 2 സിനിമകളാണ് ഇന്ന് റിലീസായിട്ടുള്ളത്. 2 സിനിമയും വളരെ മോശമല്ലാത്ത രീതിയിൽ ഒരു പ്രേക്ഷക പ്രതികരണം ഈ 2 സിനിമയ്ക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ജിസ് ജോയുടെ സൺഡേ ഹോളിഡേ പോലുള്ള ഒരു ചിത്രത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ഈ തലവൻ എന്ന് പറയുന്ന സിനിമ. 2 പോലീസ് ഓഫീസർമാരുടെ കഥ പറയുന്നു, അവരുടെ ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറി പറയുന്നു. അങ്ങനെ അവസാനം ഇതിനൊരു 2ാം ഭാഗം ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ വെച്ചുകൊണ്ടാണ് ഈ തലവൻ എന്ന് പറയുന്ന സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ മന്ദാകിനിയും തലവനും 2 ചിത്രങ്ങളാണ് ഇന്ന് റിലീസായിട്ടുള്ളത്. ഈ 2 ചിത്രങ്ങളും വളരെ മനോഹരമായിട്ട് അതിൻ്റെ ടെക്നീഷ്യന്മാർ മേക്ക് ചെയ്ത് തിയേറ്ററിൽ എത്തിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം പ്രേക്ഷകരുടെ കയ്യിലാണ്. എനിക്ക് സിനിമ കണ്ടിട്ട് വലിയ എന്താ പറയുക, മോശമായിട്ട് പറയണമെന്ന് തോന്നിയിട്ടില്ല. സിനിമ വളരെ നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു സിനിമ മന്ദാകിനി, അൽത്താഫിൻ്റെ കുറച്ച് കോമഡികൾ, അൽത്താഫിനെ അറിയാലോ, അൽത്താഫിൻ്റെ സംസാര ശൈലി തന്നെ ചിലപ്പോൾ ഒരു കോമഡി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അൽത്താഫിൻ്റെ ആ ഒരു കോമഡി സ്റ്റൈലിലുള്ള ആ സിനിമ മന്ദാകിനി എന്ന് പറയുന്ന സിനിമ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പുറത്ത് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറായിട്ട് തലവനും പോകുന്നുണ്ട്. അപ്പോൾ 2 പടങ്ങളാണ് ഇന്ന് റിലീസായത്. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് കാണുക, അഭിപ്രായങ്ങൾ തുറന്നു പറയുക. താങ്ക് യു.